everyone, welcome back to Xylem Learning, guys. So, we actually discuss the part third term when we go through our poems. We know that some poems are very important, right? So, On a Killing Tree, it's a very important poem for us, okay? Now, we poems On a Killing Tree in the chapter, actually it's a relevant topic. Valuable topic it has in weightage of the chapter. So On a Killing Tree in the poet in the summary we are going to discuss. So tree means a plantation, it is a living organism. On a killing tree in the paranga, number greenery plantation, life. Trees are lives, even another. It is like killing ourselves. If we are cutting a tree, if we are killing a tree, it is like we are killing our own some part. If we are killing or if we are cutting a tree, okay. But under contrast, it is when you people see this picture, you may think picture contrast. So when we are killing, when we are destroying the greenery, it is like we are darkening our lives. നമ്മുടെ ജീവിതം എന്താണ് കൂടുതൽ ഇരുട്ടാക്കുന്നത് പോലെ നമ്മളെ തന്നെ എന്താണ് അങ്ങനെ shrink ചെയ്ത് നമ്മളെ തന്നെ ചുരുക്കി നമ്മളെ തന്നെ സ്കാറ്റർ ചെയ്യുന്നത് പോലെയാണ് എന്താ നമ്മൾ ഗ്രീനറി സ്പോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു രണ്ട് ചിത്രം എന്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് എന്ത് ചെയ്തത്. I just got this when I was looking for a picture and when I was looking for pictures, I got this connection. ഈ രണ്ട് ചിത്രം കണ്ടപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ലെറ്റ്സ് ഗിവ് എ കണക്ഷൻ. എന്താ എന്റെ മൈൻഡിൽ ഒരു തോട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ അങ്ങ് കണക്ട് ചെയ്തു. ഓക്കെ, so നമുക്ക് On a Killing Tree എന്ന് പറയുന്ന പോയത്തിൽ എന്താണ് the poet wants to convey to us, like on killing a tree summary rises awareness among the readers regarding trees. So it makes an awareness. നമുക്ക് എല്ലാവർക്കും വേണ്ട എന്താണ് awareness ആണ്. So ഇവിടെ എന്തിനെ കുറിച്ചുള്ള awareness ആണ്? Treesനെ കുറിച്ചുള്ള awareness ആണ്. Here the poet sensitizes the reader regarding trees by emphasizing the fact that trees are living things. So ഞാൻ നിങ്ങളോട് first itself I told you that trees എന്ന് പറയുന്നത് എന്താണ്? It's a living thing. അത് ശരിക്കും ഒരു ജീവനുള്ള വസ്തുവാണ്. അതൊരു ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് ഉണ്ടാകുന്ന എന്ത് സംഗതി എന്താണ്? ജീവനുള്ള വസ്തുക്കളാണ് അല്ലേ. ഒരു ആനിമൽ, ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഗ്രോത്ത് ഉണ്ടാകും. സോ മരം വളരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഇസ് എ ലിവിങ് ഓർഗാനിസം. സോ furthermore the author makes a comparison between trees and humans. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഈ പോയത്തിൽ നമ്മുടെ പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? he is making a comparison between trees and humans. മനുഷ്യരും ട്രീസും തമ്മിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? he is making a comparison. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മരത്തെ മുറിക്കുമ്പോൾ നമ്മൾ ചോരൊലിക്കുന്നു, നമ്മൾ മുറിക്കുമ്പോൾ ചോര വരുന്നത് പോലെ മരത്തെ കട്ട് ചെയ്യുമ്പോൾ ചോരൊലിക്കുന്ന കയ്യിൽ അദ്ദേഹം പറയുന്നുണ്ട്. he does so by equating the trees with humans. By doing this, the author tries to convey the message that one should not cut trees because they are just like humans. അപ്പൊ എന്ത് ചെയ്ത് മനുഷ്യരെ പോലെ തന്നെയാണ് എന്ത് നമുക്ക് എന്ത് മരങ്ങളും നമ്മൾ എന്ത് ചെയ്ത് ചുമ്മാ അതിനെ വെറുതെ എന്ത് ചെയ്യരുത്? കട്ട് ചെയ്ത് മാറ്റരുത്, നമ്മളതിനെ കൊല്ലരുത്, നശിപ്പിക്കരുത്, ഡിസ്ട്രോയ് ചെയ്യരുത്. Now, moreover, the author tries to explain that killing the trees is just like killing humans. Moreover, the author tells that the trees do not die by merely cutting them. അദ്ദേഹം പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്ത് നമ്മൾ അതിൻ്റെ ഒരു എന്താണ് ഒരു ഇല നശിപ്പിക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്യുന്നത് കൊണ്ട്, നമ്മളതിൻ്റെ ട്രങ്ക് കട്ട് ചെയ്യുന്നത് കൊണ്ട്, നമ്മളതിൻ്റെ സ്റ്റെമ്പ് കട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താവുന്നില്ല? പൂർണ്ണമായും നമ്മൾ എന്താക്കുന്നില്ല? മരം നശിപ്പിക്കുന്നില്ല, നമുക്കതിനെ കൊല്ലാൻ പറ്റുന്നില്ല. അപ്പൊ എപ്പോഴാണ് കറക്റ്റ് അത് എന്താവുന്നത്? No, this is because the trees have a tendency to regrow from the point it is cut. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്? തീർച്ചയായിട്ടും മരം എന്ത് ചെയ്യും? നമ്മൾ എവിടെ വെച്ച് അതിൻ്റെ ഒരു ഇല കട്ട് ചെയ്ത് അവിടെ വെച്ച് അത് വീണ്ടും തളിർക്കും. നമ്മൾ ട്രങ്ക് കട്ട് ചെയ്ത് അവിടെ വെച്ച് വീണ്ടും ആ കൊമ്പ് മുളയ്ക്കും. വീണ്ടും എന്താണ്? അതിങ്ങനെ തിളർത്തും കൊണ്ടേയിരിക്കും. അതുകൊണ്ട് most noteworthy one must completely uproot the tree in order to destroy it. സോ എന്താണ്? ഇറ്റ് ഇസ് ഓവർ. എപ്പോഴാണ് അത് അപ്രൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഇറ്റ് ഇസ് ഓവർ. അതെന്ത് ചെയ്യും? അതവിടെ കഴിയും. ദിസ് uprooting of the tree would certainly mean death. അപ്പൊ ആക്ച്വലി ശരിക്കും ഇതിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു എന്താണ് അവസാനം എന്ന് പറയുന്നത് എന്താണ്? uprooting the tree. വേരോടെ പിഴുതെടുക്കുമ്പോൾ എന്ത് ചെയ്യും? കറക്റ്റ് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? കൊല്ലുന്നു അല്ലേ. ദിസ് ഇസ് ബിക്കോസ് ദ ട്രീ വുഡ് സെപ്പറേറ്റഡ് ഫ്രം ദ earth which supports us. നമ്മൾ ഭൂമിയിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നത് പോലെ തന്നെ ഇതിനെ നമ്മൾ അപ്രൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഭൂമിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? വേർതിരിക്കുകയാണ്. നമ്മൾ അതിനെ ഭൂമിയിൽ നിന്നും വേർതിരിക്കാത്തോളം സമയം എന്താണ്? ട്രീസ് സ്റ്റിൽ ലിവിങ് ഓർഗാനിസം ആയിട്ട് എന്ത് ചെയ്യും? അത് കണ്ടിന്യൂ ചെയ്യും. സോ ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പോമാണ്. നമുക്ക് മണിക്കൂറുകളോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു പോമാണ് ഇത് On a Killing Tree എന്നുള്ളത്. സോ ഇതിന്റെ ഒരു എന്താ പറയുക എസെൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്തത്. സോ ഐ ഹോപ്പ് ദാറ്റ് യു ലവ് ദ വീഡിയോ. ഓക്കെ ഗൈസ്, സോ ബി വിത്ത് us. We will be discussing more things. Okay, thank you so much.